ഇതൊക്കെ സത്യം തന്നെയാണോ? ഇപ്പോ ബീനു പറഞ്ഞിട്ടും വിശ്വാസം വന്നില്ല അല്ലേ? എന്നാലേ നീ ബാക്കി കൂടി കേട്ടോ. ഞാനേ ഈ വീട്ടിലെ മൂത്ത മകനാണ്. മനോജിനെ പോലെ തന്നെയാ എനിക്ക് വിനു. മിണ്ടാപ്രാണിയായ വിനുവിനോട് ഞാൻ പല സമയത്തും വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതിലിപ്പോ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട് സുമിത്രേ. സത്യം പറഞ്ഞാല് രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എനിക്ക്. ഞാൻ പറയണ സത്യ, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ വീട് പണി പൂർത്തിയായി വരുന്നു. മനോജിന് അവന്റെ അമ്മായിച്ചൻ വീട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവന്റെ സർവ്വ ചെലവുകളും കുറുപ്പ് സാറ് നോക്കിക്കൊള്ളും. പക്ഷേ വിനുവിന് എന്തുണ്ടടി? വിനുവിനും വേണ്ടേ കിടക്കാനൊരു വീട്? വിനുവിനൊരു വീട് വേണം. വലിയ മണിമാളികയൊന്നുമല്ലെങ്കിലും ഒരു ബെഡ്റൂമും ചെറിയ ഹോളും കിച്ചണൊക്കെ ഉള്ള ഒരു ചെറിയ വീട് വെച്ചു കൊടുക്കാനുള്ള ചിന്തയിലാണ് ഞാൻ. നമ്മുടെ വീട് പണിയുന്ന കോൺട്രാക്ടറോട് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് അഡ്വാൻസ് കൊടുക്കണം. ആദ്യം അതിനുള്ള പണം കണ്ടെത്തണം. എന്റെ 2-3 കൂട്ടുകാരോട് ഞാൻ പൈസ ചോദിച്ചിട്ടുണ്ട്. പലിശ കൊടുക്കേണ്ടി വരും. അത് സാരില്ല. പൈസ കിട്ടിയാലുടൻ നല്ലൊരു ദിവസം നോക്കി കുറ്റിയടിച്ച് വീടിന്റെ പണി തുടങ്ങാൻ പറയണം. കൊള്ളാം. പ്രകാശേട്ടന്റെ പുതിയ നാടകം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിഞ്ഞ കൊള്ളായിരുന്നു. ഇന്നലെ വരെ ശത്രുവായി കണ്ട് ഇല്ലാത്ത മോഷണക്കുറ്റം മീനാക്ഷിയുടെ തലയിൽ കെട്ടിവെച്ച് മീനാക്ഷിയെ അടിച്ച് പുറത്താക്കിയതൊന്നും ഇവിടെ ആരും മറന്നിട്ടൊന്നുമില്ല. വന്ദനെ, അന്ന് വിനുവിനോട് ഞാൻ ചെയ്തതിന്റെ പ്രാശ്ചിത്തമാണെന്ന് കൂട്ടിക്കോളൂ.